അസ്സലാമു അലൈക്കും. നമ്മുടെ തിരുവോണ ദിവസത്തെ വിശേഷങ്ങളാട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ കാലത്ത് തന്നെ നമ്മൾ അത്തപ്പൂക്കൾ ഇട്ടിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ഇട്ടത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇഷു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം അവളവിടെ ഇരുത്തിയില്ല. കുറച്ച് നേരം എൻ്റെ കൂടെ ഇരുന്ന് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെ അത്തക്കളൊക്കെ ഇടാനും അങ്ങനെ പൂവൊക്കെ പറിച്ചിട്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങളിന്ന് സദ്യ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികൾ തുടങ്ങണം. അപ്പോൾ ആദ്യം ഞങ്ങൾ പച്ചക്കറികളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇക്കാണ് ഇന്നത്തെ മെയിൻ വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത്. ഇക്ക അവിടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാരണം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇക്കയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും പാരലലി കൂടെ ഇരുന്ന് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നതിലും കൂടുതൽ ഇഷ്ടം കുക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് സെറ്റാക്കി തരുന്നത് ഇക്ക തന്നെയാണ്. അപ്പോൾ ഇഷുവിനെ നമ്മൾ കുറച്ച് നേരം ഫോൺ കൊടുത്തിരുത്തിയതാണ്. അപ്പോൾ കുറച്ച് നേരം ഇരിക്കും, അല്ലെങ്കിൽ അവൾ ബഹളാക്കും. അപ്പോൾ അത് കാരണം അങ്ങനെ അവളുടെ ചെയറിൽ അവളെ ഇരുത്തിയേക്കാണ്. പിക്കാണ് ഇന്നത്തെ പ്രോ കട്ടർ. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ വെജിറ്റബിൾസായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തലേദിവസം തന്നെ ഞാൻ കുറച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എത്ര കറികൾ ഉണ്ടാക്കണം എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക്. എന്തായാലും മെയിനായിട്ട് സാമ്പാർ, അവിയൽ, ക്യാബേജ്, പിന്നെ കാളൻ, എരിശ്ശേരി, അതൊക്കെ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ടൈമും ഞാൻ ഇതുപോലെ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പുതിയതായിട്ട് മറ്റേ ബീട്രൂട്ട് പച്ചടിയൊക്കെ ട്രൈ ചെയ്തു. അപ്പോൾ എന്തായാലും ഒരു കളറിന് വേണ്ടിയിട്ട് അതും ഉണ്ടാക്കാം. പിന്നെ ബാക്കി വരുന്ന വെജിറ്റബിൾസ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും തട്ടിക്കൂട്ടാം എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ നമ്മുടെ ജോലി ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. നമ്മൾ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് ഓരോ കറിക്ക് വേണ്ടതായിട്ട് ഇങ്ങനെ മാറ്റി സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി ഇതിലും കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിക്കതേ ഇപ്പോൾ തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. തേങ്ങ പൊളിച്ച് തേങ്ങ ചിരകലാണ് വേറൊരു ടാസ്ക്. അതൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. നമ്മളെല്ലാ പ്രാവശ്യം സദ്യ ഉണ്ടാക്കുമ്പോഴും തേങ്ങ ചിരകലിക്കാട്ടൊരു പണിയാണ്. അതൊക്കെ ഒരു മടിയും കൂടാണ്ട് അടിപൊളിയായിട്ട് ചെയ്തു തരും ചെയ്യും കേട്ടോ. അങ്ങനെ അവിടെ തേങ്ങ ചിരകലിൻ്റെ ഇടയിൽ ഞാൻ ഇഷുവിനെ പോയി കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി പുതിയ പട്ടുപാടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും പൂക്കളത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പൂക്കളൊക്കെ കൊള്ളാക്കുന്നതിന് മുമ്പ് അവളെ എടുത്തി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു, കുറച്ച് റീൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം ക്യാബേജ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതിന് കൂടെ തന്നെ സാമ്പാറിനുള്ളതും പരിപ്പൊക്കെ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാരലലി 2-3 കറികൾ ഇങ്ങനെ മാറി ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ സമയത്തിന് കഴിയില്ല. നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കറികളും ഉണ്ടാക്കണമെന്നൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ ഇഷു അവിടെ നല്ല ബഹളമാണ്. പട്ടുപാടെ കൂരിക്കളഞ്ഞു. അവൾക്ക് ചൂടെടുത്തിട്ടാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറികളൊക്കെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സാമ്പാറിൻ്റെ ലാസ്റ്റ് പണിയിലാണ്. ഇപ്പോൾ ഓരോ കറികൾ ഉണ്ടാക്കി മാറ്റി വെച്ച് അത് മൂടി വയ്ക്കുമ്പോൾ എനിക്ക് പിന്നെയും ഇനി ഉണ്ടാക്കാം എന്നുള്ളൊരു ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടും. എന്താണെന്നറിയില്ല, സദ്യ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകമാണ് ചെയ്യണം. പിന്നെ അപ്പോൾ അടുത്ത് നമ്മുടെ പുളിയിഞ്ചിയുടെ പരിപാടി, കൂടെ തന്നെ ഓലൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി റെസിപ്പിയൊക്കെ നോക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചുണ്ടാക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. സദ്യയിൽ പൊതുവെ കാണാത്തൊരു തോരനാണ് ഈ അച്ചിങ്ങ. ഞങ്ങളുടെ നാട്ടിലവിടെ പച്ചപ്പയറെന്നൊക്കെ പറയും. അപ്പോൾ ഓൾറെഡി നമുക്ക് ക്യാബേജിൻ്റെ തോരനുണ്ട്. പിന്നെ ഇത് കുറച്ച് അധികമുള്ള കാരണം ഞാൻ അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു കറിയാക്കിയതാണ്. നമ്മുടെ ബീട്രൂട്ട് പച്ചടി, അവിയൽ, കാളനൊക്കെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. ഞങ്ങൾ ആകെ 2 പേരല്ലേ ഉള്ളൂ കഴിക്കാൻ. അപ്പോൾ അതിനെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ പപ്പടം പൊരിക്കാൻ മറന്നു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ആയിട്ടാണ് പപ്പടമൊക്കെ പൊരിച്ചെടുത്തത്. നമ്മൾ കറികളൊക്കെ സെറ്റാക്കി എല്ലാം മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ തിരുവോണ സദ്യക്ക് മെയിനായിട്ട് സാമ്പാറുണ്ട്, അവിയലുണ്ട്, കാളനുണ്ട്, എരിശ്ശേരി ഉണ്ട്, അച്ചിങ്ങയുണ്ട്, ക്യാബേജ് ഉണ്ട്, ഇഞ്ചിപ്പൊളിയുണ്ട്, നമുക്ക് 2 തരം അച്ചാറുണ്ട്, ഓലനുണ്ട്, ബീട്രൂട്ട് പച്ചടി ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ കറികളുള്ളത്. പിന്നെ കുറച്ച് ചിപ്സും ശർക്കര വരട്ടിയുണ്ട്, പപ്പടം പൊരിച്ചതുണ്ട്. നമ്മുടെ മെയിൻ കാര്യം മിസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പായസമാണ്. പായസവും പഴമൊന്നുമില്ല. പായസം ഉണ്ടാക്കാനുള്ള പ്ലാൻ എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഒന്നാമത് സമയം ഉണ്ടായില്ല. പിന്നെ ഉണ്ടാക്കിയാലും ഞങ്ങൾ അങ്ങനെ കഴിക്കില്ല പായസം, അത് കാരണമാണ് ഉണ്ടാക്കാൻ. അങ്ങനെ കറികളെല്ലാം ഓൾമോസ്റ്റ് റെഡിയായി. ഞങ്ങൾ കുളിച്ച് റെഡിയായി വന്ന് സദ്യ കഴിക്കാനിരിക്കുകയാണ്. അങ്ങനെ ഓരോ കറികളായിട്ട് വിളമ്പി. ഇതൊന്നും ഓർഡറിലൊന്നല്ല നമ്മൾ വിളമ്പണത്, നമ്മുടെ ഒരു ഇഷ്ടത്തിനാണ് നമ്മൾ വിളമ്പണത്.
എന്തായാലും ഞാനും മിക്കുമ്പോഴും മാത്രമേ ഉണ്ടായുള്ളൂ അന്ന് തിരുവോണ സദ്യക്ക്. അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ആണ് ഉണ്ടാക്കിയതും വിളമ്പണമെന്നൊക്കെ. എനിക്കറിയാം ഇത് ഓരോ പാറ്റേൺ അല്ല. പിന്നെ ഓരോ കറികൾ വെക്കുമ്പോൾ അയ്യോ ഇതല്ലായിരുന്നു ഫസ്റ്റ് വിളമ്പണ്ടേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇക്കാട് പറയായിരുന്നു. പിന്നെ ഒരു തട്ടിക്കൂട്ടി ഞങ്ങളൊരു സദ്യ ഒപ്പിച്ചു, ഞങ്ങൾ തന്നെ കഴിച്ചു. പക്ഷെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ഇങ്ങനെ സദ്യ ഉണ്ടാക്കാൻ പറ്റിയാലും. അന്ന് അത് ഇഷ്യൂനാണെങ്കിലും ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. നമ്മളിങ്ങനെ ഫെസ്റ്റിവൽസൊക്കെ ആഘോഷിക്കുന്നതൊക്കെ വളരെ റെയറാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് തിരുവോണ ദിവസത്തെ നമ്മുടെ ആഘോഷം മാത്രമേ ഉള്ളൂ. സദ്യയാണ് മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ നല്ല വീഡിയോസായിട്ട് വരാം. നമ്മുടെ ചാനലിൻ്റെ പേര് ഇഷ്യൂസ് ക്രേസി ബീറ്റ്സ് നമ്മൾ ഫാമിലി ക്രേസി ബീറ്റ്സ് മാറ്റിയിട്ടുണ്ട്. ഇഷ്യൂവിൻ്റെ ലൈഫ് മൊമെൻറ്റ്സിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളും എൻ്റെയും ഇക്കാടെയും കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്യാനും ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അത് കാരണമാണ് അത് ഫാമിലി ക്രേസി ബീറ്റ്സ് എന്നാക്കിയത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോഴേ ഞങ്ങളങ്ങനെ 3 ആളും കൂടി ഒരുമിച്ച് ഇരുന്ന് സദ്യ കഴിച്ചു. ഇക്ക എപ്പോഴും ഭയങ്കര ആസ്വദിച്ച് സദ്യ കഴിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇക്കാക്ക് ഏത് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഭയങ്കര ആസ്വദിച്ചാണ് ഇക്ക കഴിക്കാറ്. അതുകൊണ്ട് തന്നെ ഇക്കയുടെ വീഡിയോ കഴിക്കുന്ന എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.